ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കോക്കനട്ട് സോപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കോക്കനട്ട് ഓയിലിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്. പണ്ടത്തെ ആൾക്കാർ മോയ്സ്ചറൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു കോക്കനട്ട് ഓയിൽ. അത് ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും കുഞ്ഞു കുട്ടികളെ നമ്മൾ കോക്കനട്ട് ഓയിൽ ബാത്ത് കൊടുത്ത് കുളിപ്പിക്കുന്നതൊക്കെ പണ്ടത്തെ കാലത്തും ഇപ്പോഴൊക്കെ ആണെങ്കിലും സ്കിന്നിന് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുള്ളി കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ്. ഇത് ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും റെക്കമെൻഡഡ് ആണ്. മാത്രവുമല്ല ഇത് സ്കിന്നിലെ ഓയിൽ നന്നായിട്ട് റിമൂവ് ചെയ്യും. എന്നാൽ സ്കിൻ ഒത്തിരി ഡ്രൈ ആക്കത്തില്ല. സ്കിന്നിന് അതിൻ്റെ pH ബാലൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇന്ന് ഫുള്ളി നമ്മൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ് ചെയ്യുന്നത്. ഇറ്റ്സ് സത്വാസ് കോക്കനട്ട് സോപ്പ്. ഫസ്റ്റ് നമുക്ക് മെഷറിംഗ് കപ്പിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ മെഷർ ചെയ്യണം. ഇത് നോർമൽ കോക്കനട്ട് ഓയിലല്ല, നമ്മൾ മില്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുന്ന കോക്കനട്ട് ഓയിലാണ്. സോ ഇതിൻ്റെ ഫിൽട്രേഷൻ കാര്യങ്ങൾ, ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഫിൽട്ടർ ചെയ്ത് പോകുന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ മില്ലിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് പ്രോസസ്സിങ് ഒന്നും ചെയ്യാത്ത പ്യുവർ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് 150 grams ഓഫ് സോപ്പാണ്, 2 സോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടത് 100 grams ഓഫ് പ്യുവർ കോക്കനട്ട് ഓയിൽ. ഓക്കെ, അപ്പോൾ 100 grams ഓഫ് പ്യുവർ കോക്കനട്ട് ഓയിൽ നമ്മളിവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. 100 grams ആണ്. ഇതിലേക്ക് ഞാൻ ഈ 100 grams വേണ്ട ലൈയും വാട്ടറും മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റും. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ലൈ ഓയിലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷം മാത്രം ഒഴിക്കുക. ഇതിലിപ്പോൾ ഞാൻ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. കാര്യം സ്പാച്ചുല കുറച്ച് ബൾക്കായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന ടൈമിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഇതിപ്പോൾ ഇച്ചിരിയല്ലേ ഉള്ളൂ, കുഞ്ഞു കപ്പല്ലേ. ആക്ച്വലി ഇത് നമുക്ക് വേറെ ഓയിൽസ് അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ മോയ്സ്ചറൈസിങ് ഓപ്ഷൻ കിട്ടാനായിട്ട് നമുക്ക് വേറെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കാണാൻ പ്യുവർ വൈറ്റ് ആണ്. നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ ഒരു പെർഫ്യൂമും കൂടെ ആഡ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ഒരു സ്ലൈറ്റ് യെല്ലോ കളറാവും. പക്ഷേ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്യൂറായി, അതായത് നമ്മളിപ്പോൾ സോപ്പ് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് അത് ക്യൂറായി ഒരു 2 days കഴിയുമ്പോൾ കറക്റ്റ് ഈ ഒരു പ്യുവർ കളർ കിട്ടും, പ്യുവർ വൈറ്റ് കളർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അഡീഷണൽ ഓയിൽസ് ഒന്നും ആഡ് ചെയ്തത്. എനിക്ക് ആ വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. കോക്കനട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വൈറ്റ് കളറല്ല നമ്മുടെ ചിന്തയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വൈറ്റ് കളറാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഓയിൽസ് ഒന്നും ആഡ് ചെയ്യില്ല. കാരണം ഓയിൽസ് മാറുന്നതനുസരിച്ച് സോപ്പിൻ്റെ കളർ മാറും. പിന്നെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ സത്തോടെ സോപ്പിനൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒരു നാച്ചുറൽ വൈറ്റ് കളർ കിട്ടട്ടെ എന്ന രീതിയിൽ വേറെ ഓയിൽസ് ആഡ് ചെയ്യാത്തത്. പക്ഷേ അത് ഓപ്ഷനിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഡീഷണൽ ഓയിൽസ് ആഡ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 100 grams കുറച്ച് ഓയിൽസ് നമ്മൾ അവിടെ മിക്സ് ചെയ്ത് ആണ് നമ്മൾ സോപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കുറച്ച് പ്യുവർ വൈറ്റ് സോപ്പ് ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് വേറെ ഓയിൽസ് ഒന്നും മിക്സ് ചെയ്യാണ്ട് ഈ വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്യുവറായിട്ട് 100% കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വേറെയും ഓയിൽസ് യൂസ് ചെയ്യാം. അപ്പോൾ കളറിന് ചെറുതായിട്ടൊരു സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ വരാറുണ്ട്. ഒരു ബട്ടറിൻ്റെ കളർ വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു കോഫി ഷെയ്ഡൊക്കെ ചിലത് വരാറുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്രാഗ്രൻസാണ്. കോക്കനട്ട് ഓയിൽ ചിലർ എന്നോട് ഫ്രാഗ്രൻസ് ചോദിക്കാറില്ല, ഫ്രാഗ്രൻസ് വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഫ്രാഗ്രൻസൊക്കെ ഉള്ളതാണ് ഇഷ്ടം. കാരണം കുളിക്കുമ്പോൾ ഇച്ചിരി മണമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട്
കുറച്ച് മണം ഭയങ്കര കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സോപ്പുകൾക്കൊക്കെ ഞാൻ പുറത്ത് കസ്റ്റമേഴ്സ് അവർ റെഫർ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് പെർഫ്യൂംസ് ഇല്ലാണ്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ മോസ്റ്റ്ലി സത്തോയുടെ സോപ്സ് എല്ലാം പെർഫ്യൂംസ് ഉള്ളതാണ്. കാരണം മണം നമ്മുടെ മലയാളികൾക്ക് നല്ല പൊതുവെ ആൾക്കാർക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പെർഫ്യൂംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനും ഞാനൊരു പെർഫ്യൂം ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്. കാര്യം എനിക്കിങ്ങനെ സോപ്പിൽ പെർഫ്യൂം ആഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ഇതിൻ്റെ മണം ഇഷ്ടമുണ്ടാവും. ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടിൻ്റെ മണമാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് കുളിക്കുമ്പോൾ. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് വൈറ്റാണ്, നല്ല വൈറ്റാണ്. നമ്മൾ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ഇതായിട്ട് തോന്നുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാവും. നിങ്ങൾക്ക് കാണാം, കളർ ചേഞ്ച് ആണെന്ന് കാണാൻ പറ്റും. ഇതൊരു ചെറിയ യെല്ലോ ടിൻറ്റ് കയറിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇത് ഇപ്പോൾ ഈ കളറാണെങ്കിലും ഇത് നമ്മൾ വെച്ച് സെറ്റായി 2 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കോക്കനട്ട് സൂപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ലൈറ്റ് വേരിയേഷൻസേ ഉള്ളൂ. അപ്പം ഇതിന് ശേഷമുള്ള ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട്, അതായത് ഒരു 2 ഡേയ്സിന് ശേഷം സെറ്റായി കഴിഞ്ഞ സോപ്പ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കുറച്ച് നേരം ഒരു 45 മിനിറ്റ്സോളം ഇരുന്ന് ഈ ഒരു ലിക്വിഡ് ഒന്ന് തിക്കാവണം. ആ തിക്കായതിന് ശേഷം നമുക്ക് ഇത് മോൾഡിലേക്ക് ഒഴിച്ച് ഒരു 2 to 3 ഡേയ്സ് സെറ്റ് ചെയ്യാൻ വെക്കാം. വെച്ച് കഴിഞ്ഞാലും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു 30 ഡേയ്സോളം സോപ്പ് ഇതിൻ്റെ കെമിക്കൽ ഇവാപ്പറേറ്റ് ആയി പോകണം. അപ്പോൾ 45 മിനിറ്റ്സിന് ശേഷം ഞാൻ കാണിക്കാം.